ഹലോ, ഹായ് കൂട്ടുകാരെ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, റംബുട്ടാൻ്റെ വിളവെടുപ്പ് സമയമാണ്. നമ്മുടെ എല്ലാം മിക്ക വീടുകളിലും തോട്ടങ്ങളിലും ഇപ്പോൾ വളരെ സുലഭമായിട്ട് തന്നെ റംബുട്ടാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വിളവെടുപ്പിന് ശേഷം നമ്മൾ ചെടികൾക്ക് നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. വീഡിയോ കുറച്ച് ലെങ്തിയാണ്, എങ്കിൽ കൂടി എല്ലാവരും ശ്രദ്ധാപൂർവം മുഴുവനായിട്ട് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് പഴങ്ങൾ പൊട്ടിച്ചെടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. അത് കാരണം എന്ന് വെച്ചാൽ ഒരു കൊലയിൽ തന്നെയുള്ള പഴങ്ങൾ മൊത്തത്തിൽ പൊട്ടിച്ച് നമ്മൾ ആ കൊല മുറിച്ചെടുക്കുക വേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ പഴുക്കാത്ത പഴങ്ങളുണ്ടാവും. 2, 3, 4 പഴങ്ങൾ, കൂടുതൽ കായ്ക്കുന്ന കൊലകളിലാണെങ്കിൽ 2, 3 എണ്ണം അതിൽ പഴുക്കാത്ത പഴങ്ങളും കാണും. എങ്കിൽ കൂടി ആ കൊല മൊത്തത്തിൽ പൊട്ടിച്ചെടുക്കണം. അതിനുശേഷം അതിൻ്റെ കമ്പ് ഒരടി താഴെ, അതായത് ഈ കൊലച്ച ഭാഗത്തു നിന്നും ഒരടി താഴെ വെച്ച് മൊത്തത്തിൽ മുറിച്ച് മാറ്റിയ ശേഷം നമ്മളതിൽ ഫംഗിസൈഡ് അപ്ലൈ ചെയ്യണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. അതായത് നമ്മൾ ഒരടി നീട്ടി മുറിച്ചെന്ന് പറഞ്ഞല്ല, ആ മുറിച്ചതിൽ അതിലെ ഇലകളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം അതിൽ ഫംഗിസൈഡ് അപ്ലൈ ചെയ്യണം. അതുകൂടെ നമുക്ക് കാണാം. ഈ ഗ്രീൻ കോർപ്പിൻ്റെ കോപ്പർ ഓക്സിക്ലോറൈഡ് എന്ന് പറഞ്ഞ ഒരു ഫംഗിസൈഡാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഗ്രീൻ കോർപ്പ് നല്ല അത്യാവശ്യം ഇന്ത്യയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ബ്രാൻഡഡ് കമ്പനി തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ പല ഐറ്റം ഫംഗിസൈഡുണ്ട്. നമ്മളെ കയ്യിലുള്ളത് സാഫ് പോലുള്ള ഏത് ഫംഗിസൈഡും നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണോ? ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് ഇതിലിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു ചെറിയ പെയിൻ്റ് അടിക്കുന്ന 1 ഇഞ്ചിൻ്റെ ഒരു ബ്രഷ് എടുത്തിട്ട് ഒരു ചിരട്ടയിലോ മറ്റോ മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ അടിച്ചു കൊടുക്കണം. ഏകദേശം ഒരു 6 ഇഞ്ച് താഴെ വരെ നമ്മൾ കട്ട് ചെയ്ത് മുറിയുന്നു. ഒരു 6 ഇഞ്ച് താഴെ വരെ ഇത് അപ്ലൈ ചെയ്യണം. അതിന് ശേഷം ഇത് വെള്ളം കയറാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വണ്ണം കുറഞ്ഞത് നമ്മൾ മുറിച്ച ഭാഗത്തു കൂടി കയറ്റി വിടാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ഗ്രാഫ്റ്റിംഗ് ടാപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ വൈൻഡിങ് ചെയ്ത് വെള്ളം കിടക്കാത്ത രീതിയിൽ ആക്കി വെക്കണം. ഒരു കാരണവശാലും മുറിവിനകത്തു കൂടി വെള്ളം കയറാൻ പാടുള്ളതല്ല. അപ്പോൾ നമ്മുടെ പ്രൂണിങ്ങും ഫംഗിസൈഡ് അപ്ലൈ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചെടികൾക്ക് നല്ല രീതിയിൽ തന്നെ വളം കൊടുക്കണം. ഈ സമയത്ത് തന്നെ കൊടുക്കണം. അതും കൂടി നോക്കാം. അതിനുവേണ്ടി നമ്മൾ ചെടിയുടെ തടത്തിലെ മണൽ ആദ്യം എടുത്ത് മാറ്റണം. പഴയ മണൽ, അതിൽ വളങ്ങളും ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ എപ്പോഴും ഇതുണ്ടല്ലേ, കറണ്ട് ഇങ്ങനെ എടുക്കണം, ഇങ്ങനെ ക്രോസ് ആയിട്ട് എടുക്കരുത്. കാരണം ഇതിനൊക്കെ വേര് മുകളിലുണ്ടാവും. ഈ മണ്ണിനെ നമ്മളൊരു ഭാഗത്തേക്ക് ഒതുക്കി വെക്കണം. അത് കളയാനുള്ള മണല്ല, നമുക്കത് വീണ്ടും ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പം അതിനു വേണ്ടി നമ്മൾ ഒരു കിട്ടാവുന്ന ഭാഗത്തേക്ക് തന്നെ മാറ്റിയെടുക്കണം. അത് നമ്മളിങ്ങനെ ക്രോസ് ആയിട്ട് ചെയ്യരുത്. ഒരിക്കലും നേരെ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. വേരിന് നേരായിട്ട് ചെയ്യാൻ പാടുള്ളൂ, സമാന്തരമായിട്ട്. നേരെ ഇങ്ങനെ ക്രോസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേര് മുകളിലുണ്ടാവും, അത് പൊട്ടിപ്പോവും. ഈ രീതിയിൽ അധികമായൊന്നും വേണ്ട. ഏകദേശം ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ച് മണലേ ഉണ്ടാവുള്ളൂ. പിന്നെ താഴേക്കൊക്കെ വേരായിരിക്കും. അപ്പോൾ നമ്മൾ അത്രയും മണലെടുത്ത് ഒരു പ്രത്യേക ഭാഗത്തേക്ക് ആ മണലിനെ നമ്മൾ മാറ്റി വയ്ക്കുക. ഇതുപോലെ നല്ല ക്ലീനാക്കി വെക്കാം നമുക്ക്. ഇതിന് ശേഷമാണ് നമ്മൾ വളം ചെയ്യേണ്ടത്. വളം നമ്മൾ വർഷത്തിൽ 2 or 3 പ്രാവശ്യം സാധാരണ കൊടുക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് ഈ സമയത്ത് പ്രൂൺ ചെയ്ത സമയത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ മണ്ണിലെ pH ഒന്ന് നോക്കാം. നോക്കിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇത് വീട്ടിലുണ്ടായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തതേ ഉള്ളൂ. കാര്യം വെള്ളമിടാൻ പോകില്ല, വർഷക്കാലമാണല്ലോ. വ്യത്യാസം ചെറുതായിട്ടൊക്കെ കാണാൻ വഴിയുണ്ട്. അപ്പോൾ നമുക്ക് വളരെ കറക്റ്റായിട്ടുള്ളത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. 6.5, 7 ഇടയിലാണുള്ളത്. 7, 6.5, 6.5 ഉണ്ട്, കറക്റ്റാണ്. അപ്പോൾ നമുക്ക് വലിയ പ്രശ്നമൊന്നും ബാധിച്ചിട്ടില്ല. ഇനി നമ്മൾ കക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സാധാ കക്കപ്പൊടിയല്ല, ഇത് പച്ചക്കക്ക പൊടിച്ചതാണ്.
ഇതാകുമ്പോൾ നമുക്ക് ഇട്ട് ആ ദിവസം തന്നെ നമുക്ക് വളം ചെയ്യാൻ പറ്റും. മറ്റ് കക്കപ്പൊടി കുമ്മായപ്പൊടികൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് 15 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് മറ്റു വളങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിനങ്ങനെ ഒരു സൗകര്യമുണ്ട്. കുമ്മായത്തേക്കാളും കാൽസ്യം കൂടുതൽ ലഭ്യമാവും എന്നുള്ളതും പ്രത്യേകതയാണ്. ഇതിലിപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1.5 ചിരട്ട ഏകദേശം കണ്ടിട്ട് കുമ്മായം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുമ്മായം മീൻസ് ഈ പച്ചക്കക്കപ്പൊടി അത്രയും മതി, ധാരാളമാണ്. അപ്പോൾ അതിനിപ്പം നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് ചാണകപ്പൊടിയാണ്. ഇതിവിടെ പ്രാദേശികമായിട്ട് ലോക്കലായിട്ട് കിട്ടിയ ചാണകപ്പൊടിയാണ്, നമ്മൾ കടയിൽ നിന്ന് പൊടിച്ചൊന്നല്ല. അത്യാവശ്യം കുറച്ച് കട്ടകളൊക്കെ ഉണ്ട്. അതെല്ലാം പൊടിച്ച ശേഷം നമ്മൾ ചാണകപ്പൊടി ആദ്യം കുമ്മായത്തിന് ശേഷം, കുമ്മായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കക്കയ്ക്ക് ശേഷം നമ്മൾ അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഏകദേശം ഒരു 3/4 ചട്ടിയോളം ഉണ്ട് ഇത് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ. ചാണകപ്പൊടി നന്നായി ഇട്ട ശേഷം നമ്മൾ ചേർക്കുന്നത് കടലപ്പിണ്ണാക്കാണ്. അധികമൊന്നും വേണ്ട, അത് ഏകദേശം 1 കിലോ കടലപ്പിണ്ണാക്കുണ്ട്. ആ 1 കിലോ കടലപ്പിണ്ണാക്ക് കൂടെ ഈ ചാണകപ്പൊടിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ വളം ചേർക്കേണ്ടതുണ്ട്. കാര്യം നമ്മളിപ്പോൾ ഇതാണ് ഇതിൻ്റെ നമ്മൾ ഈ വിളവെടുപ്പിന് ശേഷം പ്രൂൺ ചെയ്തതിന് ശേഷവും നമ്മൾ കൊടുക്കേണ്ട വളമാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നീട് നമ്മൾ കൊടുക്കുന്നത് വേപ്പിൻ പിണ്ണാക്കാണ്. വേപ്പിൻ പിണ്ണാക്ക് അത്രയൊന്നും വേണ്ട, ഒരു കൈപ്പിടിയിലുള്ള 1 പിടി 2 പിടിയായിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി. കാര്യം ഇപ്പോൾ നമ്മൾ മഴക്കാലത്ത് ഒച്ചിൻ്റെ ഒക്കെ ശല്യം നന്നായിട്ടുള്ളതാണ്. അപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് മസ്റ്റായിട്ടും വേണം. പിന്നെ വേണ്ടത് എല്ലുപൊടിയാണ്. എല്ലുപൊടി ഇതേപോലെ അധികം വേണ്ട, ഒരു കൈപ്പിടിയിലുള്ള എല്ലുപൊടി മാത്രം മതിയാവും നമുക്ക്. ഇപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ വളങ്ങളും നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ മാറ്റി വെച്ച പുറത്തെടുത്ത് വെച്ച മണലുണ്ടല്ലോ, നമ്മൾ തടത്തിൽ നിന്ന് മാറ്റിയെടുത്ത മണൽ, ആ മണൽ തന്നെ. അത് കാര്യം വളങ്ങളൊക്കെ ഉള്ള മണൽ ട്രീറ്റ് ചെയ്ത മണലാണല്ലോ. അപ്പോൾ ആ മണൽ വെച്ചിട്ട് വളങ്ങൾ മൂടി വയ്ക്കുക. നല്ല രീതിയിൽ തന്നെ അത് വടിച്ച് ക്ലിയറാക്കി വെക്കുക. ഇത് നല്ല രീതിയിൽ തന്നെ ഒരു കരണ്ടി ഉപയോഗിച്ചിട്ട് നന്നായി വടിച്ച് സമതലമായിട്ട് വെക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ പെസ്റ്റിസൈഡ് നമ്മൾ ചെയ്യണം. അതായത് തടിയുടെ മരത്തിൽ നമ്മൾ നേരത്തെ കാണിച്ച ആ സാധനം തന്നെയാണ്, കോപ്പർ ഓക്സിക്ലോറൈഡ് തന്നെയാണ്. അത് ഇതേപോലെ എടുത്ത് നമ്മൾ വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് തടിക്ക് ചുറ്റുഭാഗം അടിച്ചു കൊടുക്കുക. ഈ ഫംഗിസൈഡും നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മഴക്കാലമാണ്. മഴക്കാലത്ത് നമുക്ക് ഈ തറയിൽ നിന്ന് തന്നെ പല ഫംഗസുകളും ഈ ചെടിയിലേക്ക് കയറി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഏകദേശം ഒരു 1.5 അടിയോളം ഉയരത്തിൽ, തറയിൽ നിന്ന് 1.5 അടി ഉയരത്തിൽ ഈ ഫംഗിസൈഡ് അടിച്ചു വിടണം. അപ്പോൾ ഈ ഒച്ചയ്ക്ക് ഈ മഴക്കാലത്ത് ധാരാളമായിട്ട് വരുന്നതാണ് ഒച്ച. അപ്പോൾ ഒച്ചിൻ്റെ ഉപദ്രവമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ മൊത്തത്തിൽ ഏകദേശം 2 അടി ഉയരത്തിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. 2 അടി ഇല്ലാന്നുണ്ടെങ്കിലും ഏകദേശം 1.5 അടിയെങ്കിലും ഉയരത്തിൽ, തറയിൽ നിന്നും 1.5 അടി ഉയരത്തിലേക്ക് ഈ ഫംഗിസൈഡ് ഇതേപോലെ ഒരു ചെറിയ ബ്രഷ് ഉപയോഗിച്ച് അടിച്ചിടാവുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതിനൊക്കെ ഒരു മഴ ഇല്ലാത്ത സമയം തിരഞ്ഞെടുക്കണം. അതാണ് ഏറ്റവും നല്ലത്. മഴയുള്ള സമയമാകുമ്പോൾ ഇതെല്ലാം പ്രശ്നമാകും. മഴയുള്ള സമയത്ത് ആരും ചെയ്യാതിരിക്കുക. ഇപ്പോൾ മണലൊക്കെ ഇട്ട് മൂടിയ ശേഷം നമ്മൾ ഇനി കുറച്ച് വെള്ളം ഒന്ന് ചെയ്ത് കൊടുക്കുക. കൂടുതൽ ഒഴിക്കരുത്, വളരെ നോർമലായിട്ട് ഇങ്ങനെ ഒന്ന് വെള്ളം ഒഴിച്ച് ഒരു ഈർപ്പം ഉള്ള രീതിയിൽ ആക്കി വെക്കുക. തീരെ ഡ്രൈ ആയി കിടക്കരുത്, അതുകൂടി ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ വീഡിയോ. ഏതായാലും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.